ഇപ്പോൾ സാധാരണ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് നമുക്കറിയാം. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അതിന് ഉപോൽപ്പന്നമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടാകും. കാരണം കുടിയിറക്കപ്പെടുന്ന ആളുകളെ വേദന, പിന്നെ ഒരുപക്ഷെ അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഭീഷണി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അശാസ്ത്രീയമായ രീതിയൊക്കെ ആളുകൾ പ്രതിഷേധം നൽകി. ഇത് വിഷയം കുറേ കാലമായിട്ട് കൊയിലാണ്ടി കുഞ്ഞോറമലക്കാർ അനുഭവിക്കുന്നൊരു വിഷയമാണ്. കൊയിലാണ്ടി കുഞ്ഞോറമലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. കിഴക്ക് ഭാഗത്താണ് മലയിടിഞ്ഞത്. അത് ദേശീയപാതയിലേക്ക് വീഴുകയും ചെയ്തു. ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പ് നടക്കാത്തത് കൊണ്ട് ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടെന്ന് ആരോപിച്ച നാട്ടുകാർ ഇവിടെ പ്രവൃത്തി തടഞ്ഞിരിക്കുകയാണ്. കുഞ്ഞോറമല നെടുക പിളർന്നാണ് നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് സോയിൽ നെയിലിംഗ് പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഇന്നലെ വൈകിട്ട് 4:30 മണിയോടെയാണ് ശരിക്കും വലിയ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് കുഞ്ഞോറമല ഇടിഞ്ഞു വീണത്. അവിടെ പരിസരത്തുള്ള ആളുകൾ ആശങ്കയിലാണ്. ആ വാർത്ത കാണാം. കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം കുഞ്ഞോറമലയിൽ പ്രവൃത്തി നടക്കുന്ന ബൈപ്പാസിന് കിഴക്കുവശം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ബൈപ്പാസ് റോഡിലേക്ക് വീണത്. ഈ സമയത്ത് ബൈപ്പാസിന്റെ എതിർവശത്ത് സോയിലിംഗ് നടത്തുന്ന പ്രവൃത്തി നടന്നു വരികയായിരുന്നു. നിരവധി തൊഴിലാളികൾ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മണ്ണിടിഞ്ഞ് വീണത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ദിവസങ്ങളായി പെയ്യുന്ന മഴയത്ത് ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പ് നടക്കാത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും ആരോപണമുണ്ട്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കഴിയുന്നത്. നാട്ടുകാർ ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സമീപത്തെ താമസക്കാരിയായ കുറ്റാണിമീത്തൽ മാധവിയുടെ കുടുംബം ഏറെ ആശങ്കയോടെയാണ് വീട്ടിൽ കഴിയുന്നത്. കൂറ്റൻ പാറകളാണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ കുന്നിൻ മുകളിൽ ഉള്ളത്. ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയായി പ്രദേശത്ത് വരികയോ കാര്യങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്നും ആരോപണമുണ്ട്. പെട്ടെന്ന് കാണിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് പ്രതിഫലം കാര്യമൊന്നും തന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ ജീവൻ അപകടത്തിലായുള്ളത്. രാത്രികാലവും പകലുകാലവും മഴയൊന്നും പെയ്യേണ്ട മഴേൻ്റെ മുന്നേ തന്നെ അത് ഇടിഞ്ഞു വെക്കുന്നത്. ജീവൻ പണയം വെച്ചിട്ട് എവിടെ ഇപ്പം ഇരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വഴി കാണിച്ചു തരണം. കുറേ ആയി ഇതിങ്ങനെ പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾക്കാരും ഇല്ല ഇതിന് പറയാനും ഉണ്ടാക്കാനൊക്കെ. ഞങ്ങൾ ഇന്നിപ്പം പറയുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലായി. പിന്നെ പ്രതിഫലം തന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു മുറ്റത്തേക്ക് കീഞ്ഞു പോകാനുള്ളൊരു വഴിയും കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. അപ്പം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. മുറ്റത്ത് അപ്പുറത്തൂടെ ഒരു ഭാഗത്തൂടെ പോവുകയും ചെയ്തോടെ ഉറക്കില്ല, ഊണില്ല, ഒന്നുമില്ല. പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡുകളോ വെക്കാത്തതുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനങ്ങൾക്ക് പുറമെ നിരവധി സ്വകാര്യ വാഹനങ്ങളും ഈ വഴി നിർബാധം സഞ്ചരിക്കുന്നുണ്ട്. ഇതും മറ്റൊരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുഞ്ഞോറമല നെടുകെ പിളർന്നാണ് നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് സോയിൽ നെയിലിംഗ് പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.